ഇന്നലത്തെ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. യുഎസിന്റെ സർവൈലൻസ് ഡ്രോൺ ബ്ലാക്ക് സീയിൽ വെച്ച് കാണാതായി. 2 ഡ്രോൺ അകത്തേക്ക് പോയി. എന്നാൽ അകത്തേക്ക് പോയ ഡ്രോൺസിൽ ഒന്ന് മാത്രമാണ് തിരികെ വന്നത്. മറ്റൊന്നിന് എന്ത് സംഭവിച്ചു എന്നറിയില്ല. അതിനെ വെടിവെച്ച് വീഴ്ത്താനുള്ള സാധ്യതകൾ ഏറെയായിരുന്നു. അങ്ങനെ ആ ഡ്രോണിന് എന്ത് സംഭവിച്ചു എന്ന് ഒരുപാട് പേർ തിരയുന്നു എന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. അമേരിക്കയുടെ US സിവിൽ ആൻഡ് ഡിഫൻസ് ന്യൂസിൽ ഒരു ആർട്ടിക്കിൾ പുറത്തു വന്നു. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് പോലെ ആ ഡ്രോൺ കാണാതായിട്ടൊന്നുമില്ല. പിന്നെന്ത് സംഭവിച്ചു? 2 ഡ്രോൺ അകത്തേക്ക് പോയി. ഒന്നിന്റെ ഇമേജ് മാത്രം പുറത്തേക്ക് വന്നു. മറ്റൊന്നിനെ കാണാനില്ല എന്ന് ചിന്തിക്കുമ്പോൾ അതിനെ റഷ്യ വീഴ്ത്തി. റഷ്യ അവരുടെ MiG-31 ഉപയോഗിച്ച് വീഴ്ത്തിയെന്ന് ഒരു വലിയ ന്യൂസ് പുറത്തു വന്നു. അതുമാത്രമല്ല, ഈ ഡ്രോണിനെ ഉപയോഗിച്ച് എത്രത്തോളം വലിയൊരു പദ്ധതി ക്രീമിയൻ ഭാഗങ്ങളിൽ നടന്നു എന്നുള്ളതും വ്യക്തമായി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇവയെല്ലാം വളരെ വ്യക്തമായി ഈ വീഡിയോയിലൂടെ കാണാം. ഈ സംഭവത്തെക്കുറിച്ച് ഒരുപാടൊന്നും പറയേണ്ടതില്ല. കാരണം ഇന്നലെ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഒരു പക്ഷെ ആരെങ്കിലും ആ വീഡിയോ കണ്ടില്ല എങ്കിൽ ചെറിയ ഒരു വിവരണം മാത്രം തരാം. 2 അമേരിക്കയുടെ ഡ്രോൺസ് ഈ ബ്ലാക്ക് സീക്ക് മുകളിൽ പറക്കുന്നു. അങ്ങനെ യാട്ല ടൗണിൽ നിന്നും 200 കിലോമീറ്റർ വരുമ്പോൾ ആ 2 ഡ്രോണിന്റെ റേഡാർ ഇമേജും കിട്ടിയിരുന്നു. എന്നാൽ അതിന്റെ മിഷൻ അവസാനിപ്പിച്ച് തിരികെ പോയപ്പോൾ ഒരു ഡ്രോണിന്റെ റേഡാർ സിഗ്നേച്ചർ മാത്രമേ ലഭിച്ചുള്ളൂ. മറ്റൊരു ഡ്രോണിന് എന്ത് സംഭവിച്ചുവെന്ന് ആരെക്കൊണ്ടും കണ്ടെത്താൻ സാധിച്ചില്ല. ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഒരുപാട് പേർ പറഞ്ഞത് ഒരുപക്ഷെ ആ ഡ്രോണിന് ബ്ലാക്ക് സീയിൽ വെച്ച് തന്നെ എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കാം, അല്ലെങ്കിൽ ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്തിട്ട് ഒരു വിമാനം മാത്രം പുറത്തേക്ക് വന്നു എന്ന് ഒരുപാട് പേർ പറഞ്ഞു. എന്നാൽ യാതൊരു ബന്ധവുമില്ലാതെ അകത്തേക്ക് പോയ 2 ഡ്രോൺസിന്റെ ഒന്ന് മാത്രം ട്രാൻസ്പോണ്ടർ അവസാനം വരെയും ഓഫ് ചെയ്തിട്ട് മറ്റൊരു ഡ്രോണിന്റെ ട്രാൻസ്പോണ്ടർ ഓൺ ചെയ്യണമെന്നുള്ള യാതൊരു ആവശ്യവുമില്ല. കാരണം പോകുമ്പോൾ 2 ഡ്രോണും ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും തിരികെ വരുമ്പോഴും അത് അങ്ങനെ തന്നെ ആയിരിക്കണം. എന്നാൽ ഇവിടെ പ്രശ്നം ആരംഭിക്കാൻ തുടങ്ങിയത് റഷ്യയുടെ നോ ഫ്ലൈ സോൺ വാർണിംഗ് ആയിരുന്നു. ഒരുപക്ഷെ റഷ്യ അകത്തേക്ക് വന്ന ഡ്രോണിനെ വെടിവെച്ച് വീഴ്ത്തി നാറ്റോയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയതാണോ? നാറ്റോയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ പ്രശ്നങ്ങൾ അധികമാകുന്നു എന്ന് എല്ലാവരും സംസാരിക്കുമ്പോഴാണ് ഇന്നൊരു ആർട്ടിക്കിൾ പുറത്തു വന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ, നമുക്കറിയാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ചിന്തിച്ചു പോലും നോക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് 2 ഡ്രോൺ പോയി. എപ്പോഴും ക്രീമിയൻ കടലിന് മുകളിൽ ഒരു ആക്രമണം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ക്രീമിയയെ ഉക്രൈൻ ടാർഗറ്റ് ചെയ്യാൻ പോകുമ്പോഴെല്ലാം അതിന് ചില മണിക്കൂറുകൾക്ക് മുൻപ് ഈ ഉക്രൈനെ സഹായിക്കുന്ന രീതിയിൽ അമേരിക്കയുടെ ഡ്രോൺ പറക്കും. ഈ ഡ്രോൺ എടുക്കുന്ന ചാര വിവരം അനുസരിച്ചായിരിക്കും ഉക്രൈന്റെ ആക്രമണം റഷ്യയിൽ വന്ന് വീഴുന്നത്. ഇത് എപ്പോഴും സംഭവിക്കുന്നതാണ്. അങ്ങനെ അല്ലെങ്കിൽ 2-3 ദിവസങ്ങൾക്ക് മുൻപ് പോലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വന്ന് ചെയ്തിട്ട് പോകും. ഇതുപോലെ ഒരു പദ്ധതിയോടുകൂടിയാണ് ഇപ്പോഴും വന്നത്. അതായത് ക്രീമിയൻ ഭാഗത്ത് ആക്രമണം നടത്തണം. അവിടെയുള്ള മിലിറ്ററി ഇൻസ്റ്റാളേഷൻസ്, പ്രധാനമായും ബ്ലാക്ക് സീ ഫ്ലീറ്റ്, അത് കൂടുതലായും നിരീക്ഷിക്കണം. അവിടങ്ങളിൽ ഒരുപാട് നഷ്ടം വരുത്തണം എന്നുള്ള പദ്ധതിയോടുകൂടിയായിരുന്നു ഉക്രൈൻ ഇങ്ങനെ ഒരു വലിയ ആക്രമണത്തിന് ഒരുങ്ങിയത്. അതിനു വേണ്ടിയിട്ടാണ് ഈ 2 ഡ്രോണിനെയും ചാരപ്പണി എടുക്കാനായി അയച്ചതും. മറ്റൊരു ഭാഗത്ത് ഈ ഡ്രോൺ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലൈവായി തന്നെ അതിന്റെ ഇൻപുട്സ് ഒക്കെ ഉക്രൈൻ വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഡ്രോൺ ഏത് ഭാഗത്ത് പറക്കുന്നു, റഷ്യയുടെ റേഡാർ സ്റ്റേഷൻസ് എല്ലാം എവിടെയെല്ലാം ഉണ്ട്, ഏത് പാത്തിൽ നമ്മൾ മിസൈൽ അയക്കാം, ഏത് പാത്തിൽ അയച്ചാൽ കൂടുതൽ നഷ്ടങ്ങൾ റഷ്യക്ക് ഉണ്ടാക്കാൻ സാധിക്കും, ഏതൊക്കെ സ്ഥലത്താണ് എയർ ഡിഫൻസ് സിസ്റ്റം ഉള്ളത്, ഏത് സ്ഥലത്ത് ഗ്യാപ്പ് ഉണ്ട്, ഇങ്ങനെ എല്ലാ വിവരങ്ങളും അനലൈസ് ചെയ്തു. ഈ ഡ്രോൺ അതിനു വേണ്ടിയാണ് അകത്തേക്ക് അയച്ചത്. അതിനായിട്ടുള്ള ജോലിയും ആ ഡ്രോൺ ചെയ്തു. ശരി, ഇങ്ങനെ ഒരു ഡ്രോൺ അകത്തേക്ക് വരുന്നു. ഉക്രൈൻ മിസൈൽ ലോഞ്ചിന് റെഡി ആയിരിക്കുന്നു. ഈ ഡ്രോണിൽ നിന്ന് വരുന്ന ഇൻപുട്സ് എല്ലാം ഉക്രൈൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുവരെയും റഷ്യ എന്താണ് ചെയ്തത്? അതുവരെയും റഷ്യയുടെ വ്യോമസേന ഇതൊന്നും കണ്ടില്ല എന്ന് ചോദിച്ചാൽ അവിടെയാണ് ഈ ഒരു സംഭവം തന്നെ വളരെ രസകരമായി മാറുന്നത്. ഉക്രൈൻ ഒരു ഭാഗത്ത് മിസൈൽ ലോഞ്ചിന് തയ്യാറായി നിൽക്കുന്നു. ഈ ഡ്രോൺസിന്റെ കോർഡിനേറ്റ്സ് കിട്ടാൻ തയ്യാറായിരിക്കുന്ന സമയത്ത് ആ ഡ്രോണും അതിന്റെ ജോലികൾ ചെയ്യാൻ തുടങ്ങി. എന്നാൽ റഷ്യയുടെ വ്യോമസേന ഇത് കറക്റ്റായി കണ്ടുപിടിക്കുകയും അകത്തേക്ക് വരുന്ന ആ ഡ്രോൺ 200 കിലോമീറ്റർ ദൂരത്തിൽ വരുമ്പോൾ തന്നെ, അതായത് സ്പെഷ്യൽ എക്കണോമിക് സോണിന് അടുത്തേക്ക് വരുമ്പോൾ തന്നെ റഷ്യ വളരെ വ്യക്തമായി റഷ്യൻ ടെറിട്ടറിക്കുള്ളിൽ നിന്നും അവരുടെ വിമാനങ്ങളെ ഈ ഡ്രോണിനെ നോക്കി അയച്ചു. ഈ വിമാനങ്ങൾ തങ്ങളെ നോക്കി വരുന്നു എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഈ ഡ്രോണുകൾ അതിന്റെ പാത മാറ്റിയത്. അതിൽ ഒരു ഡ്രോണിനെ റഷ്യയുടെ MiG-31 ഇന്റർസെപ്റ്റർ R-37 എയർ ടു എയർ മിസൈൽ ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തി. റഷ്യ ആദ്യമായി ഒരു നാറ്റോ എയർക്രാഫ്റ്റിനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്തു എന്ന് വളരെ വ്യക്തമായ കാര്യങ്ങൾ ഈ ആർട്ടിക്കിൾ പറഞ്ഞിരുന്നു. അവർ പറയുന്നത് എത്രത്തോളം വിശ്വസിക്കാം? ഇതിന് മുൻപ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് സത്യമാകാനുള്ള സാധ്യത ഒരുപാടുണ്ട്. ഇതിനെക്കുറിച്ച് അമേരിക്ക ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അവസാനം വരെയും അവർ ഒന്നും പറയുകയുമില്ല. ഉക്രൈനെ കുറിച്ച് പറയേ വേണ്ട. തീർച്ചയായും ഇങ്ങനെ ഒരു ആക്രമണം നടന്നാലും ഉക്രൈൻ അതിനെക്കുറിച്ച് സംസാരിക്കില്ല. എന്നാൽ പ്രോ റഷ്യൻ ടെലഗ്രാം ചാനൽസ്, പ്രോ റഷ്യൻ ബ്ലോഗേഴ്സ്
ഈ ഒരു യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നവർ ആ ബാറ്റിൽ ഫീൽഡിൽ നിന്ന് ദിവസവും നടക്കുന്ന സംഭവങ്ങളെല്ലാം അനലൈസ് ചെയ്ത് ലൈവായി അപ്ഡേറ്റ് നൽകുന്നവർ എല്ലാവരും ഇക്കാര്യത്തെ വലിയ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. ആദ്യമായി ഡയറക്റ്റ് കോൺഫ്ലിക്റ്റ് തുടങ്ങിയതിന് ശേഷം ക്രീമിയയുടെ കടലിൽ റഷ്യ ഒരു ഡ്രോണിനെ വെടിവെച്ച് വീഴ്ത്തിയെന്ന് സംസാരിച്ചു. ഇതിനു മുൻപ് ചെയ്തതെല്ലാം ഫിസിക്കലി ടച്ച് ചെയ്യാതെ ആ ഡ്രോണിന് അടുത്തേക്ക് പറക്കുക, മെനുവർ ചെയ്യുക, അതിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ പറക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു പക്ഷെ ഇപ്പോൾ നടന്ന ഈ ഒരു സംഭവം യഥാർത്ഥത്തിൽ റഷ്യ അങ്ങനെ ഒരു ആക്രമണം നടത്തിയെന്നുണ്ടെങ്കിൽ തീർച്ചയായും അടുത്ത ഘട്ടത്തിലേക്ക് യുദ്ധം പോകുന്നുവെന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം അതേ നോ ഫ്ലൈ സോൺ ആണ്. ഈ നോ ഫ്ലൈ സോണിനെ സംബന്ധിച്ച് റഷ്യ ഒരു ഡ്രോണിനെ ഇപ്പോൾ ആക്രമിച്ചല്ലോ. ഇതിനുശേഷം ഏത് ഡ്രോൺ അകത്തേക്ക് വന്നാലും അവർ ആക്രമിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കും. കാരണം അകത്തേക്ക് വരുന്ന ഡ്രോൺ വെറുതെ വരുന്നതല്ല. അകത്തേക്ക് വന്ന് എന്തൊക്കെ ഇന്റലിജൻസ് ഗ്യാദർ ചെയ്യാൻ സാധിക്കുമോ, ഏതൊക്കെ സ്ഥലത്ത് ലൂപ്പ് ഹോൾസ് ഉണ്ടോ എല്ലാം ഉക്രൈന് പറഞ്ഞു കൊടുക്കും. ഈ ഒരു ഡ്രോണിനെ ആക്രമിക്കാതെ വിടുകയാണെങ്കിൽ അതുവഴി സംഭവിക്കാൻ പോകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അതുവഴി സംഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം റഷ്യക്ക് വളരെ നന്നായി തന്നെ അറിയാം. കാരണം അവർ ഒരുപാട് കപ്പലുകളെ നഷ്ടപ്പെടുത്തി, ഒരുപാട് വിമാനങ്ങളെയും നഷ്ടപ്പെടുത്തി. മാത്രമല്ലാതെ ബ്ലാക്ക് സീ ഫ്ലീറ്റിനെ സംബന്ധിച്ച് 40% വരെയും നഷ്ടം കൂടുതലും റഷ്യക്കുണ്ടായി. ഇതിനുശേഷവും നമ്മൾ കാത്തിരിക്കാൻ പാടില്ല. ഇങ്ങനെ വിടുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് ബ്ലാക്ക് സീയിൽ നിന്നും ഒരു അറ്റാക്ക് ലോഞ്ച് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഒരു പക്ഷേ റഷ്യ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. തുടക്കത്തിൽ ബ്ലാക്ക് സീ ഫ്ലീറ്റിനെ അടിസ്ഥാനമാക്കിയാണ് ഒരുപാട് ആക്രമണങ്ങൾ ഉക്രൈൻ നടത്തിയത്. എന്നാൽ ഉക്രൈന്റെ ഓരോ ആക്രമണവും ബ്ലാക്ക് സീയിലുള്ള കപ്പലുകളിൽ, പ്രധാനമായും മിസൈൽ ബോട്ട്സ് എന്ന് പറയപ്പെടുന്ന റഷ്യയുടെ മിസൈൽ കപ്പലുകൾക്ക് നേരെയായിരുന്നു ആക്രമണം കൂടുതലുണ്ടായത്. ചില സമയങ്ങളിൽ റഷ്യയുടെ സബ്മറൈനിൽ പോലും ആക്രമണം നടത്തി. ഇങ്ങനെ നോക്കിയാൽ ഈ ബ്ലാക്ക് സീ ഫ്ലീറ്റിനെ അടിസ്ഥാനമാക്കി ഒരു ആക്രമണം നടത്തിയിട്ട് ഏകദേശം ഒരു 6-7 മാസം ആയിട്ടുണ്ട്. ഇതിനിടയിൽ ചെറിയ ചെറിയ ആക്രമണം നടത്തിയാലും തുടക്കത്തിൽ സംഭവിച്ചതുപോലുള്ള വലിയ ആക്രമണങ്ങളൊന്നും റഷ്യ കൊണ്ട് നടത്താൻ സാധിച്ചില്ല. അതിന് കാരണം ക്രീമിയയിൽ നടത്തിയ ആക്രമണമാണ്. ക്രീമിയയിൽ റഷ്യക്കുണ്ടായ നഷ്ടങ്ങളാണ്. അതിനാൽ റഷ്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്, നീ അകത്തേക്ക് ഒരു ഡ്രോണിന് അയക്കുന്നത് ശരി, അങ്ങനെ അകത്തേക്ക് ഒരു ഡ്രോൺ വന്ന് ഇവിടെയുള്ള വിവരങ്ങളെല്ലാം എടുത്തിട്ട് പുറത്തേക്ക് പോയാൽ മാത്രമല്ലേ പ്രശ്നമുള്ളൂ. നീ അകത്തേക്ക് വന്നോ, അതിൽ യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ അകത്തേക്ക് വന്ന നീ പുറത്തേക്ക് പോകണമോ വേണ്ടയോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. നീ ഒരിക്കലും പുറത്തേക്ക് പോകില്ല എന്ന ഒരു രീതിയിലാണ് റഷ്യ ഇപ്പോൾ അവരുടെ തന്ത്രങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ തുടക്കമായിരിക്കാം ഒരു പക്ഷേ ഇത്. എത്രയും പെട്ടെന്ന് റഷ്യയുടെ പക്കൽ നിന്നും ഇതിനെ സംബന്ധിക്കുന്ന അറിയിപ്പ് വരാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ ഒരുപാട് പേർ ചോദിക്കാം, റഷ്യ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരത് പുറത്ത് പറയേണ്ടതല്ലേ, പിന്നെ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന്. ഇതിന് ചെറിയൊരു ഉദാഹരണം പറയാം. എയർവാക്സ് വിമാനം ഉക്രൈൻ വെടിവെച്ച് വീഴ്ത്തി എന്ന് പറഞ്ഞു. പക്ഷെ റഷ്യ എന്താണ് ചെയ്തത്? ഒരു 10 ദിവസം വരെയും അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല. 10 ദിവസം കഴിഞ്ഞാണ് ഞങ്ങളുടെ ഫ്രണ്ട്ലി ഫയർ വഴി ഞങ്ങളൊരു വിമാനത്തെ നഷ്ടപ്പെടുത്തിയെന്ന് റഷ്യ തന്നെ സമ്മതിച്ചു. എന്നാൽ അതിനൊക്കെ മുൻപ് തന്നെ വാർ മോണിറ്റേഴ്സ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. ഇത് കൂടാതെ ഉക്രൈൻ ചെയ്തത് റഷ്യയുടെ ഒരു IS-76 വിമാനത്തെ നശിപ്പിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു വിമാനത്തിന് ഏതൊരു പ്രശ്നവുമില്ലായിരുന്നു. അത് വളരെ സേഫായി ലാൻഡായി, മേജർ ഡാമേജസോടുകൂടി താഴെ ലാൻഡായി. അതുപോലെ ഇക്കാര്യവും അടുത്ത ചില ദിവസങ്ങൾ കഴിഞ്ഞ് റഷ്യ ഔദ്യോഗികമായി പറയാനുള്ള സാധ്യതകൾ 99% ഉണ്ട്. ഒരു പക്ഷേ ഇത് സത്യം തന്നെ ആയിരിക്കും. കാരണം ഒരു ഡ്രോണിനെ കാണാനില്ല. അത് എങ്ങനെ കാണാതായി, അത് താഴെ വീണോ എന്നുള്ള ചോദ്യമാണ് എല്ലാവർക്കും ഉള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഒരു പക്ഷേ റഷ്യ തന്നെയാണോ ഈ ഒരു MiG-31 ഉപയോഗിച്ച് ആ ഡ്രോണിനെ വെടിവെച്ച് വീഴ്ത്തിയത്? അല്ലെങ്കിൽ അമേരിക്കയുടെ ഡ്രോൺ മറ്റേതെങ്കിലും സാങ്കേതിക തകരാറ് കാരണം താഴേക്ക് വീണിട്ടുണ്ടാകുമോ? ഒരു പക്ഷേ ഡയറക്റ്റ് ഈ ഒരു ഡ്രോണിനെ റഷ്യ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് ഈ ഒരു യുദ്ധം ഏത് രീതിയിലായിരിക്കും നീങ്ങുന്നത്? അമേരിക്ക ഇതിനെക്കുറിച്ച് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.